ആലപ്പുഴയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ട കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരുടെ നില ഗുരുതരമാണ്. ശക്തമായ മഴയായിരുന്നു പ്രദേശത്ത്. KSRTC ബസും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അതിനുശേഷം കാറ് പൂർണ്ണമായും തകർന്നു. കാറിനുള്ളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് ഈ 5 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത്. 2 പേരുടെ നില ഗുരുതരമാണ്. 7 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഷാജഹാനുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നാളെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 പേരുടെ നില ഏത് തരത്തിലാണ്? അതോടൊപ്പം തന്നെ ഈ അപകട സ്ഥലത്ത് അവിടെ ഗതാഗതം പൂർണ്ണമായും പഴയതുപോലെ ആയോ? തീർച്ചയായിട്ടും ബിനു, ഈ 2 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ. ഇവരോടൊപ്പമുള്ള 2 പേർ ചികിത്സയിലുള്ളത്. ഈ 5 പേർ മരണപ്പെട്ടവരും ഈ അവിടെ തന്നെ ഉണ്ട്. 1-ാം വർഷ വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ നമുക്ക് കാഷ്വാലിറ്റിയിലും പരിസരത്തുമൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ അല്പ സമയം എടുക്കും. നമുക്ക് ഈ വിവരങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാവുന്നതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അവരോടൊന്നും ചോദിക്കാനും കഴിയാത്ത ഒരവസ്ഥയാണ്. വലിയ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, അവരുടെ അധ്യാപകരാണ് അവരിപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സഹപാഠികളും അവരുടെ സഹപ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഇവർക്ക് വേണ്ട മറ്റ് ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. മെഡിക്കൽ കോളേജ് ഒന്നാകെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഡോക്ടർമാരും ഒക്കെ തന്നെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം വരെ ക്ലാസ്സിൽ വന്നിരുന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ടേബിളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഈ 5 പേരും ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ മരണപ്പെട്ടവരുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇവരെ കുറിച്ച് അറിയാവുന്നവരും ഇപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊന്നും തന്നെ കൂടുതലായിട്ട് പങ്കുവെക്കുന്നില്ല. അവർക്കും ആരൊക്കെ മരണപ്പെട്ടു എന്നവ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നില്ല. മൃതദേഹം വാഹനത്തിൽ നിന്നും വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള അപകടമായിരുന്നു. ഈ ബസ്സിലേക്ക് കാർ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളടക്കം വരുന്ന മണിക്കൂറുകളിൽ പോലീസിൽ നിന്ന് ലഭ്യമാകും. എന്തായാലും അപകട കാരണം എന്താ എന്നുള്ളത് അറിയില്ല. മഴയുണ്ടായിരുന്നു, അത്യാവശ്യം ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ വാഹനത്തിന്റെ ഏതെങ്കിലും തരത്തിൽ സ്കിഡ് ചെയ്ത് നിയന്ത്രണം തെറ്റിയതാണോ ഈ ബസ്സിൽ പോയി ഇടിക്കാൻ കാരണം, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഉള്ള ഇടിയായിരുന്നു, നേരെ മുൻഭാഗത്തായിരുന്നു ഇടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇടിയുടെ ആഘാതം കൂടും. ഈ ബസ്സായതുകൊണ്ട് തന്നെ ഈ കാറ് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാരും മറ്റും ചേർന്ന് ഈ കാറിനുള്ളിൽ കുടുങ്ങിയവരെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് പെട്ടെന്ന് തന്നെ തൊട്ട് സമീപത്തുള്ള ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിച്ചപ്പോഴത്തേക്കും ഇതിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാക്കി 4 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചും മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും 2 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരുടെ നിലയും ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബിനു, കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾ മരിച്ചു. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷാജഹാൻ, ഈ ഒരു റോഡ്, അതായത് നമുക്ക് ആ കാറിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ആഘാതമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു സ്ഥിരമായ അപകടം നടക്കുന്ന ഒരു മേഖല തന്നെയാണോ? നാട്ടുകാരെന്തൊക്കെയാണ് പറയുന്നത്? സാധാരണഗതിയിൽ ഇത് ഒരു സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല ഇത്. സാധാരണ അപകടം നടക്കുന്നത് ഇതിപ്പോ നമുക്ക് ഈ ആലപ്പുഴ ST കോളേജിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ ഈ പ്രദേശത്ത് കൂടുതലായിട്ട് അത്തരം ഒരു അപകടം, ഗുരുതരമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാറില്ല. അവിടെ നിന്നും ചങ്ങനാശ്ശേരി റോഡും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എറണാകുളം റോഡും ഹൈവേ അതിന് തൊട്ട് സമീപത്ത് നമ്മുടെ ബൈപ്പാസുമുണ്ട്. എന്തായാലും ഈ അപകടം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമല്ല. ഈ മഴയായിരിക്കാം, അല്ലെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണം ഏതെങ്കിലും തരത്തിൽ തെറ്റിയതാവാം അപകട കാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. KSRTC ബസ് ഈ കാറും ഫേസ് ടു ഫേസ് നേരെ ഇടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിയുടെ വ്യാപ്തി കൂടുകയും ചെയ്തു. അപകടത്തിൽ കാർ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ കാറിലുണ്ടായിരുന്ന 7 പേരും ഇതിന്റെ അകത്ത് കുടുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം
ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് നാട്ടുകാരും മറ്റും ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുന്നത്. അതിനുശേഷം ഇവർ തൊട്ട് സമീപത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചത്. മറ്റുള്ളവരെയൊക്കെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അതിൽ 4 പേർ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ മൊത്തം 5 പേർ മരണപ്പെട്ടു. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ അപകടത്തെ തുടർന്ന് KSRTC ബസ്സിലും ചിലർക്ക് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഷാജഹാൻ, ഈ 5 വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി ഈ പോലീസ് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഈ വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. ഈ കാറിൽ എന്തെങ്കിലും പരിശോധന നടത്തുന്നുണ്ടോ? ഈ ലൈസൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്? ഈ അപകടം നടന്ന ഏതാണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അതിന് തൊട്ട് മുൻപാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപകടം അറിയുകയും ഉടൻ തന്നെ ഈ വാർത്ത നൽകുകയുമായിരുന്നു. ഇനിയിപ്പോൾ അത് വരുന്ന മണിക്കൂറുകളിൽ, അതായത് ഒരു പക്ഷേ നാളെ മറ്റും അത്തരം വാഹന പരിശോധനകളുമൊക്കെ തന്നെ നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ ഈ മരണപ്പെട്ടവരുടെ ബോഡി ഒക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയുള്ള മോർച്ചറിയിലേക്ക് മാറ്റും. നാളെ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കും. മറ്റ് 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അവർക്കും അപകടത്തിൽ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മരണപ്പെട്ടവരൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവരുടെ കൃത്യമായ പേര് വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് അറിവായിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകളെ നമുക്കറിയുള്ളൂ. കാര്യം ഈ ആലപ്പുഴയിലേക്ക് പോയ എത്ര പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പമുള്ളവർക്ക് മാത്രമാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തവരെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി വരുന്നേ ഉള്ളൂ. ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകൾ നമുക്കിത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. മാത്രമല്ല, ഈ വാഹനം കേരള രജിസ്ട്രേഷനിലുള്ള വാഹനം തന്നെയാണോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. അവർ സ്വാഭാവികമായിട്ടും പഠനത്തിനായിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന വാഹനമായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ വാഹനത്തിൽ ഇവർ ആലപ്പുഴ ടൗണിലേക്ക്, അവിടെ നിന്ന് വേണ്ട 6-7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആലപ്പുഴ ടൗണിലേക്ക് എത്തിയതാണ്. അതിനിടയിലാണ്, എത്തുന്നതിന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മുൻപാണ് ഈ അപകടം സംഭവിച്ചത്. എതിരെ വന്ന് പുനലൂരിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവരുടെ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ കാറും തമ്മിൽ നേർക്കുനേർ ഇടിച്ചത് കൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കൂടി. അതുകൊണ്ട് തന്നെയാണ് ഈ കാറ് പൂർണ്ണമായിട്ടും തകരുകയും ഇവരൊക്കെ തന്നെ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ഈ ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നവർക്കാണ് കാര്യമായ പരിക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിലുള്ളവരും ഈ ഇടിയുടെ ആഘാതത്തിൽ അവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ പരിക്കേറ്റ 5 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് വിട്ട അവരെ സഹായിച്ച നാട്ടുകാരും മറ്റും പറയുന്നത്. എന്തായാലും വളരെ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ ആലപ്പുഴ കളർകോടിന് സമീപം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര സമയം മാത്രമേ ആയിട്ടുള്ളൂ ഈ അപകടം സംഭവിച്ചിട്ട്. അത്രത്തോളം ആദ്യഘട്ടത്തിൽ ഒരു അപകടം ഉണ്ടായി, കൂടുതൽ ആളുകൾ പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷെ അതിനുശേഷം അപ്പോൾ ആ സമയത്തൊന്നും മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ എത്തിച്ചിരുന്നില്ല. തൊട്ട് സമീപത്തെ ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് കൊണ്ടുവന്നത്. പിന്നീട് ഈ കാറ് വെട്ടിപ്പൊളിച്ച് ഒരു 10-15 മിനിറ്റ് സമയം എടുത്ത് കാണും. കാറ് വെട്ടിപ്പൊളിച്ചൊക്കെയാണ് അവരെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ഇപ്പോഴേക്കും ഒരാൾ മരണപ്പെട്ടിരുന്നു. മറ്റ് 4 പേർ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരണപ്പെട്ടത്. മൊത്തം 5 പേർ മരിച്ചു എന്നാണ് നമുക്ക് കാഷ്വാലിറ്റിയിൽ നിന്നും ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം. 7 പേരാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്.